അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ അമേരിക്കൻ പോർ വിമാനത്തിലെ ഓഫീസറെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ വാർത്ത ലോകശ്രദ്ധ നേടുകയാണ്. US വ്യോമസേനയുടെ F-15E സ്ട്രൈക്ക് ഈഗിൾ വിമാനം വെടിവെച്ചിട്ടതിനെ തുടർന്ന് നടന്ന ഈ ദൗത്യം ആധുനിക സൈനിക ചരിത്രത്തിലെ ഏറ്റവും സങ്കീർണമായ നീക്കങ്ങളിലൊന്നാണ്. അമേരിക്കൻ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഫോഴ്സ് നടത്തിയ ഈ ബൃഹത്തായ ദൗത്യം മാസങ്ങൾ നീണ്ടുനിന്ന ആസൂത്രണമല്ല, മറിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ രൂപപ്പെടുത്തിയ തന്ത്രപരമായ ഒരു നീക്കമായിരുന്നു. തകർന്നു വീണ വിമാനത്തിലെ വെപ്പൺ സിസ്റ്റംസ് ഓഫീസറെയാണ് സൈന്യം ശത്രുവിന്റെ മൂക്കിന് താഴെ നിന്ന് മോചിപ്പിച്ചത്. ന്യൂയോർക്ക് ടൈംസ്, ആക്സിയോസ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ നൽകുന്ന വിവരങ്ങൾ പ്രകാരം 24 മണിക്കൂറിലധികം ഇറാനിലെ ദുർഘടമായ പർവ്വത നിരകളിൽ ഒളിവിൽ കഴിഞ്ഞ ശേഷമാണ് ഈ ഉദ്യോഗസ്ഥനെ രക്ഷപ്പെടുത്താനായത്. ഇറാന്റെ സൈനികർ പ്രദേശമാകെ വലവീശി തിരയുമ്പോഴായിരുന്നു ഈ രക്ഷപ്പെടൽ. അമേരിക്കൻ രക്ഷാസേനയും ഇറാന്റെ സുരക്ഷാ സേനയും തമ്മിലുള്ള അതിശക്തമായ ഒരു മത്സരത്തിനാണ് ആ മലനിരകൾ സാക്ഷ്യം വഹിച്ചത്. ആര് ആദ്യം പൈലറ്റിനെ കണ്ടെത്തുമെന്നതായിരുന്നു ആ മത്സരത്തിന്റെ കാതൽ. US പ്ലാനർമാരെ സംബന്ധിച്ചിടത്തോളം യുദ്ധകാലത്തെ ഏറ്റവും അപകടകരമായ സാഹചര്യമായിരുന്നു ഇത്. ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിവരുന്ന സൈനിക നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഈ പോർ വിമാനവും. ഇറാൻ വിമാനം വെടിവെച്ചിട്ട ഉടൻ തന്നെ 2 ജീവനക്കാരും ഇജക്റ്റ് ചെയ്ത് പുറത്തേക്ക് ചാടിയിരുന്നു. ഇതിൽ ഒരാളെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും രണ്ടാമത്തെ ആൾ കുടുങ്ങിപ്പോവുകയായിരുന്നു. പൈലറ്റിനെ അപകടം നടന്ന ആദ്യ മണിക്കൂറുകളിൽ തന്നെ സുരക്ഷിതമായി മാറ്റാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിഞ്ഞു. എന്നാൽ വെപ്പൺ സിസ്റ്റംസ് ഓഫീസർ ഉൾപ്രദേശത്ത് എവിടെയോ ഒറ്റപ്പെട്ടുപോയി. അതോടെ ദൗത്യത്തിന്റെ പിരിമുറുക്കം ഇരട്ടിയായി വർദ്ധിച്ചു. ഒരു പിസ്റ്റളും വളരെ കുറഞ്ഞ അളവിലുള്ള ഭക്ഷണ സാധനങ്ങളും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത്. അതിശൈത്യവും വന്യമായ ഭൂപ്രകൃതിയും ആ ഉദ്യോഗസ്ഥനെ തളർത്തിയെങ്കിലും കീഴടങ്ങാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഇറാൻ സൈന്യത്തിന്റെ കണ്ണിൽപ്പെടാതെ അദ്ദേഹം ഓരോ ചുവടും ശ്രദ്ധയോടെ വെച്ചു. ഇറാൻ സേന പരിസരത്തെ ഗ്രാമീണരുടെ സഹായത്തോടെ പൈലറ്റിനായി വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നു. പലപ്പോഴും ഇറാന്റെ സൈനിക യൂണിറ്റുകൾ അദ്ദേഹത്തിന് തൊട്ടടുത്തെത്തിയെങ്കിലും പർവ്വതങ്ങളിലെ ഗുഹകളിലും പാറക്കൂട്ടങ്ങളിലും അദ്ദേഹം സുരക്ഷിതമായി ഇരുന്നു. രക്ഷാസേന അടുത്തേക്ക് എത്തിയതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സംഘർഷഭരിതമായി. അമേരിക്കൻ കമാൻഡോകൾക്ക് പൈലറ്റിന്റെ അരികിലെത്താൻ വലിയ പ്രതിരോധം മറികടക്കേണ്ടി വന്നിട്ടുണ്ട്. ഇറാൻ സൈന്യത്തിന്റെ വാഹന വ്യൂഹങ്ങളെ തടയാൻ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് വ്യോമാക്രമണം നടത്തേണ്ടി വന്നു. രക്ഷാപ്രവർത്തകർക്ക് വഴിയൊരുക്കാനായി ഇറാനിലെ റോഡുകളിലൂടെ വന്ന സൈനിക വാഹനങ്ങളെ അമേരിക്കൻ വിമാനങ്ങൾ ബോംബിട്ട് തകർത്തു. ഒരു പൈലറ്റിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഈ വൻ സൈനിക നീക്കം ഇറാൻ സേനയെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. നൂറുകണക്കിന് കമാൻഡോകൾ, ഡ്രോണുകൾ, അത്യാധുനിക നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ഈ ദൗത്യത്തിനായി അണിനിരന്നു. ആകാശത്തും ഭൂമിയിലും ഒരേ സമയം നടന്ന ഈ നീക്കം ശത്രുവിനെ കാഴ്ചക്കാരാക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു മിന്നൽ പ്രകടനമായിരുന്നു. അവസാനം പരിക്കേറ്റ നിലയിൽ ആ ഉദ്യോഗസ്ഥനെ രക്ഷാസേനയുടെ ഹെലികോപ്റ്ററിൽ കയറ്റി. അവിടെ നിന്ന് അദ്ദേഹത്തെ കുവൈറ്റിലെ അമേരിക്കൻ സൈനിക ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. അദ്ദേഹത്തിന്റെ നില ഇപ്പോൾ തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ദൗത്യത്തെ ചരിത്രത്തിലെ ഏറ്റവും ധീരമായ നീക്കമെന്നാണ് വിശേഷിപ്പിച്ചത്. സ്വന്തം സൈനികന്റെ ജീവൻ രക്ഷിക്കാൻ രാജ്യം ഏതറ്റം വരെയും പോകുമെന്നതിന്റെ തെളിവാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്തുകൊണ്ടാണ് ഇത്തരമൊരു രക്ഷാ ദൗത്യത്തിന് അമേരിക്ക ഇത്രയേറെ പ്രാധാന്യം നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. സൈനികന്റെ ജീവൻ രക്ഷിക്കുക എന്നതിനപ്പുറം ഇതിന് ചില നയതന്ത്രപരവും സാങ്കേതികവുമായ കാരണങ്ങളുമുണ്ട്. പേഴ്സണൽ റിക്കവറി എന്നത് അമേരിക്കൻ സൈനിക തത്വസംഹിതയുടെ ഭാഗമാണ്. അത്യാധുനിക പോർ വിമാനങ്ങൾ പറത്തുന്ന പൈലറ്റുമാരുടെ കൈവശം സൈനിക രഹസ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ ശത്രുവിന്റെ കയ്യിലായാൽ അത് രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ അവരെ ശത്രുവിന് വിട്ടുകൊടുക്കാൻ സൈന്യം തയ്യാറാവില്ല. അതുപോലെ തന്നെ ഒരു പൈലറ്റിനെ പിടികൂടുന്നത് ശത്രു രാജ്യത്തിന് വലിയൊരു പ്രചാരണ ആയുധമായി മാറും. തടവുകാരെ ഉപയോഗിച്ച് നയതന്ത്ര ചർച്ചകളിൽ വിലപേശാൻ ഇറാൻ ശ്രമിക്കുമെന്ന് അമേരിക്ക ഭയപ്പെട്ടിരുന്നു. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുകയായിരുന്നു ഈ ഉദ്യമത്തിന്റെ പ്രഥമ ലക്ഷ്യം.
ശത്രുരാജ്യത്തിന്റെ മണ്ണിൽ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ച് അമേരിക്കൻ പൈലറ്റുമാർക്ക് പ്രത്യേക പരിശീലനം നൽകാറുണ്ട്. SCRE എന്നറിയപ്പെടുന്ന ഈ പരിശീലനമാണ് ആ ഓഫീസറെ ഇറാനിൽ സഹായിച്ചത്. പിടിക്കപ്പെടാതിരിക്കാൻ എങ്ങനെ മറഞ്ഞിരിക്കണം, പരിമിതമായ വിഭവങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തിയ വൈദഗ്ധ്യം അത്ഭുതകരമായിരുന്നു. താൻ എവിടെയാണെന്ന് അറിയിക്കാൻ അദ്ദേഹം തന്റെ കൈവശമുണ്ടായിരുന്ന സിഗ്നൽ ബീക്കൺ കൃത്യമായി ഉപയോഗിച്ചു. രാത്രികാലങ്ങളിലെ ഇരുട്ട് അമേരിക്കൻ സേനയ്ക്ക് അനുകൂലമായി മാറി. ഇൻഫ്രാറെഡ് ക്യാമറകളും നൈറ്റ് വിഷൻ ഗോഗിൾസുമുള്ള അമേരിക്കൻ കമാൻഡോകൾക്ക് ഇരുട്ടിൽ പ്രവർത്തിക്കുന്നത് എളുപ്പമായിരുന്നു. ഇത് ഇറാൻ സൈന്യത്തിനു മേൽ അവർക്ക് വ്യക്തമായ മേൽക്കൈ നൽകി. ഈ ദൗത്യം വിജയിപ്പിക്കാൻ CIA ഇടപെടലും ഉണ്ടായിരുന്നു. ഇറാൻ സൈന്യത്തെ തെറ്റിദ്ധരിപ്പിക്കാനായി വ്യാജ വിവരങ്ങൾ കൈമാറുന്ന തന്ത്രങ്ങളും അവർ പയറ്റി. പൈലറ്റ് വേറെ ഏതോ സ്ഥലത്താണെന്ന് വിശ്വസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ വൈക്കോൽ കൂനയിൽ സൂചി തിരയുന്നത് പോലെ പ്രയാസകരമായിരുന്നു ഈ ദൗത്യമെന്ന് ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. എന്നാൽ സാങ്കേതിക വിദ്യയുടെയും മനുഷ്യപ്രയത്നത്തിന്റെയും സമന്വയം ലക്ഷ്യം കാണുക തന്നെ ചെയ്തു. രക്ഷാദൗത്യത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങളും നേരിട്ടിരുന്നു. പൈലറ്റിനെ കൊണ്ടുപോകാൻ വന്ന 2 ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാർ സംഭവിക്കുകയും അവ ഉപയോഗശൂന്യമാവുകയും ചെയ്തിരുന്നു. ഇതോടെ മറ്റൊരു പ്ലാൻ തയ്യാറാക്കേണ്ടി വന്നു. ഇറാനിലെ ഉൾപ്രദേശത്ത് കുടുങ്ങിപ്പോയ ആ വിമാനങ്ങൾ ശത്രുവിന് ലഭിക്കാതിരിക്കാൻ സൈന്യം തന്നെ അവ തകർത്തു. തുടർന്ന് മറ്റു വിമാനങ്ങൾ എത്തിച്ചാണ് സൈനികരെയും പൈലറ്റിനെയും സുരക്ഷിതമായി മാറ്റിയത്. അമേരിക്കൻ മണ്ണിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെ ഒരു ശത്രുരാജ്യത്തിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിട്ടുണ്ട്. കമാൻഡോകളുടെ ധൈര്യവും ഏകോപനവും ഇതിൽ നിർണായകമായിരുന്നു. 100 കണക്കിന് സൈനികർ പങ്കെടുത്ത ഈ ഓപ്പറേഷനിൽ ഒരാൾക്ക് പോലും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് ഈ ദൗത്യത്തിന്റെ വിജയത്തെ അടിവരയിടുന്നുണ്ട്. ആസൂത്രണത്തിലെ കൃത്യതയാണ് ഇവിടെ പ്രകടമാകുന്നത്. യുദ്ധമെന്നത് കേവലം വെടിയുണ്ടകൾ തീർക്കുന്ന ഒന്നല്ല എന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു. യുദ്ധം ബുദ്ധിയുടെയും ധൈര്യത്തിന്റെയും കൂടി പോരാട്ടമാണ്. ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു രാജ്യം മുഴുവൻ നിലകൊള്ളുന്ന കാഴ്ചയാണ് ഈ ദൗത്യത്തിൽ കണ്ടത്. ഇറാൻ പോലൊരു രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് ഇത്തരമൊരു ദൗത്യം നടത്തിയത് ഇറാന്റെ പ്രതിരോധ മേഖലയിലെ വിള്ളലുകളെയും സൂചിപ്പിക്കുന്നുണ്ട്. ഇത് മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ ബാധിച്ചേക്കാം. പരിക്കേറ്റ ഓഫീസർ ഇപ്പോൾ ചികിത്സയിലാണ്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഈ സന്തോഷ വാർത്ത ആശ്വാസത്തോടെയാണ് സ്വീകരിച്ചത്. അമേരിക്കൻ സൈന്യത്തിന്റെ കരുത്ത് വീണ്ടും തെളിയിക്കപ്പെട്ട നിമിഷമായിരുന്നു ഇത്. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ പേഴ്സണൽ റിക്കവറി ദൗത്യങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് ഈ സംഭവം ലോകത്തിന് കാണിച്ചു തരുന്നുണ്ട്. പരാജയപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സൈന്യം കാണിച്ച ആത്മവിശ്വാസം സമാനതകളില്ലാത്തതായിരുന്നു. ഈ ദൗത്യം നൽകുന്ന സന്ദേശം വ്യക്തമാണ്. പൈലറ്റ് താഴെ വീഴുമ്പോൾ പോരാട്ടം അവസാനിക്കുന്നില്ല, മറിച്ച് അത് ഭൂപ്രകൃതിയോടും സമയത്തോടും ശത്രുവിനോടുമുള്ള പുതിയൊരു പോരാട്ടമായി മാറുകയാണ് ചെയ്യുന്നത്. പൈലറ്റ് സുരക്ഷിതനായി മടങ്ങിയെത്തുമ്പോൾ മാത്രമാണ് ആ പോരാട്ടം പൂർത്തിയാകുന്നത്.